ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അനേകം മഹാന്മാരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയെ പോലെ ഒരു പൂർണ്ണ കായിക താരത്തെ കണ്ടെത്തുക എന്നത് ദുർബലമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു താരത്തെയാണ് നമുക്ക് ഹാർദിക്കിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവിന്റെ യഥാർത്ഥ മഹത്വം പ്രത്യക്ഷപ്പെടുന്നത് സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിലാണ്. ടീം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ മത്സരത്തിന്റെ ഗതി തീർത്തും എതിർ ദിശയിലേക്ക് പോകുന്നതായി തോന്നുമ്പോൾ ഹാർദിക് ഇറങ്ങിക്കളിക്കുന്ന രീതി പലതവണ നാം കണ്ട അനുഭവം തന്നെയാണ്. ഏതാനും ഓവറുകൾക്കുള്ളിൽ മത്സരത്തിന്റെ മുഖം മാറ്റിമറിക്കാനുള്ള അസാമാന്യ കഴിവ് അദ്ദേഹത്തിനുണ്ട്. ബാറ്റിംഗ് കഴിവുകൾ മാത്രമല്ല, ഒരു നല്ല ഓൾറൗണ്ടർ എന്നത് വെറും സ്ഥിതി വിവരണ കണക്കുകൾ മാത്രമല്ല. മാനസിക ശക്തിയും സമ്മർദ്ദത്തെ നേരിടാനുള്ള ധൈര്യവും ടീമിനു വേണ്ടി ത്യാഗം സഹിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ഹാർദിക് പാണ്ഡ്യ ഈ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കിയ ഒരു പൂർണ്ണ താരമാണ്. കളിയുടെ സമ്മർദ്ദം എത്ര കൂടിയാലും അദ്ദേഹം കൂളാവുകയും തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഹാർദിക് പാണ്ഡ്യയെ പോലുള്ള താരങ്ങൾ വലിയ പ്രതീക്ഷയാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വിജയങ്ങൾ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കഴിവുള്ള താരങ്ങളെ നമ്മുടെ ടീമിൽ കാണുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമികളും അഭിനന്ദിക്കുകയാണ്. ഇന്നലെ നടന്ന ആദ്യ T20യിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കക്കെതിരെ 101 റൺസിന്റെ വിജയം നേടിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 176 റൺസിന്റെ വിജയലക്ഷ്യം വെക്കുകയായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയെ 79 റൺസിന് പുറത്താക്കി പരമ്പരയിൽ 1-0 എന്ന ലീഡ് ഇന്ത്യ നേടുന്നു. ടീം ഇന്ത്യയുടെ വിജയത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ സംഭാവന വളരെ പ്രധാനമായിരുന്നു. പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഈ തകർപ്പൻ ഓൾറൗണ്ടർ ബാറ്റിങ്ങിലും പന്തിലും തന്റെ മികവ് പ്രകടിപ്പിച്ചു. രാജ്യത്തെ മികച്ച ഓൾറൗണ്ടർ എന്ന് തന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. 28 പന്തുകൾ നേരിട്ട ഹാർദിക് പാണ്ഡ്യ 59 റൺസാണ് നേടിയത്. എന്നിട്ടും അയാൾ പുറത്തായിട്ടില്ല. 4 സിക്സറുകളും 6 ഫോറുകളും അദ്ദേഹം നേടി. 2 ഓവർ എറിഞ്ഞ അദ്ദേഹം 16 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി. തന്റെ ഓൾറൗണ്ട് പ്രകടനത്തിന് അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ രാജ്യത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നതെന്നും അവസരം ലഭിക്കുമ്പോഴെല്ലാം തൻ്റെ പരമാവധി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 സെപ്റ്റംബറിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏഷ്യ കപ്പ് മത്സരത്തിനിടെയാണ് ഹാർദിക്കിന് പരിക്കേറ്റത്. അതിനുശേഷം അദ്ദേഹം കുറച്ചുകാലം ക്രിക്കറ്റ് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലെ മികച്ച പ്രകടനത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള T20 പരമ്പരയിലേക്ക് ഹാർദിക്കിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് റോളുകൾ ഉണ്ടെന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ല. ഹാർദിക് പാണ്ഡ്യ എന്താണ് ആഗ്രഹിക്കുന്നതെന്നത് പ്രശ്നമില്ല, പക്ഷേ രാജ്യം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രധാന പ്രശ്നമെന്ന് ഹാർദിക് പറഞ്ഞു. എനിക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, എന്നാൽ ചിലത് അങ്ങനെയല്ല. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ എപ്പോഴും എന്നെ സഹായിക്കുന്നു. എൻ്റെ കരിയറിലുടനീളം ഏത് ടീമിൽ കളിച്ചാലും എൻ്റെ ടീമിനും എൻ്റെ രാജ്യത്തിനും 1-ാം സ്ഥാനം നൽകാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഹാർദിക് ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരുന്നു. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി താരമാണ് ഹാർദിക് പാണ്ഡ്യ. അയാളൊരു ലെജൻഡാണ്. വെറുതെയല്ലല്ലോ അയാളെ നമ്മൾ ഓൾറൗണ്ടർ എന്ന് വിളിക്കുന്നത്.